നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് കോൺഗ്രസ് നേതാവിനെതിരെ വനിതാ പ്രവർത്തകയുടെ ലൈംഗികാതിക്രമ പരാതി. പരാതി ഉയർന്നതോടെ നേതാവ് ഒളിവിൽ. വാരിക്കോരി മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ. സ്ത്രീകൾക്കും യുവാക്കൾക്കും മാസം 1000, ക്ഷേമ പെൻഷൻ 2000 സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. SSLC പരീക്ഷ മാർച്ച് 5 മുതൽ. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ കുണ്ടായി ഹെൽത്ത് സബ് സെന്ററിന്റെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. പുതുക്കാട് കോൺഗ്രസ് നേതാവിനെതിരെ വനിതാ പ്രവർത്തകയുടെ ലൈംഗികാതിക്രമ പരാതി. പരാതി ഉയർന്നതോടെ നേതാവ് ഒളിവിൽ. കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി CS സാദത്തിനെതിരെയാണ് പരാതി. വനിതാ പ്രവർത്തക നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. സാദത്ത് ഒളിവിലാണ്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സാദത്തിനെ കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിൽ നിന്നും പുറത്താക്കിയതായി പാർട്ടി അറിയിച്ചു. സാദത്തിൽ നിന്ന് 2-3 തവണ 10,000 രൂപ വീതം പലിശയ്ക്ക് വാങ്ങിയിരുന്നുവെന്നും പണം തിരികെ നൽകാനായി വീട്ടിലേക്ക് സാദത്ത് വരാൻ പറഞ്ഞതായും വീട്ടിൽ ചെന്നപ്പോഴാണ് തന്നോട് ലൈംഗികാതിക്രമം നടത്തിയതെന്നും താനും സാദത്തും ഒരേ പാർട്ടിയിലെ പ്രവർത്തകരാണെന്നും യുവതി പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. തൃശൂർ റൂറൽ SP-ക്കാണ് പരാതി നൽകിയിട്ടുള്ളത്. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷയ്ക്കു വേണ്ടി പുതിയ പദ്ധതി പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ട്രാൻസ് സ്ത്രീകൾ അടക്കമുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് സഹായം ലഭ്യമാവുമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിലവിൽ ഏതെങ്കിലും സഹായം കിട്ടാത്ത സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകും. യുവാക്കൾക്ക് സ്കോളർഷിപ്പ് നൽകുമെന്നും പ്രതിവർഷം 1 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് പ്രതിമാസം 1000 രൂപ സ്കോളർഷിപ്പ് നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ക്ഷേമ പെൻഷൻ 400 രൂപ വർദ്ധിപ്പിച്ച് 2000 മുഖ്യമന്ത്രി അറിയിച്ചു. കുടുംബ ADSകൾക്ക് ഉള്ള ഗ്രാന്റ് പ്രതിമാസം 1000 രൂപയാക്കി. സർക്കാർ ജീവനക്കാർക്ക് 1 ഗഡു DA കൂട്ടി. പെൻഷൻകാർക്കും ആശ്വാസമുള്ളതാണ് പ്രഖ്യാപനം. നവംബർ മാസം തന്നെ ഇത് വിതരണം ചെയ്യും. അങ്കണവാടി വർക്കർ, ഹെൽപ്പർ, ആശാ വർക്കർ എന്നിവർക്കുള്ള ഓണറേറിയം കൂട്ടി. 1000 രൂപയാണ് കൂട്ടിയത്. സംസ്ഥാനത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. 2026 മാർച്ച് 5 തുടങ്ങി മാർച്ച് 30 വരെയാണ് SSLC പരീക്ഷ നടക്കുക. രാവിലെ 9:30 പരീക്ഷകൾ തുടങ്ങും. മെയ് 8 SSLC ഫലപ്രഖ്യാപനം. മാർച്ച് 5 മുതൽ 27 വരെ ഹയർ സെക്കൻഡറി 1-ാം വർഷ പരീക്ഷകളും 2-ാം വർഷം മാർച്ച് 6 മുതൽ 28 വരെയും നടക്കും. 1-ാം വർഷ പരീക്ഷ ഉച്ചയ്ക്ക് 1:30 2-ാം വർഷ പരീക്ഷ രാവിലെ 9:30 ആരംഭിക്കുമെന്നും സംസ്ഥാനത്ത് 3000 പരീക്ഷാ കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുകയെന്നും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും നടക്കുക. 2-ാം വർഷം മാർച്ച് 6 മുതൽ 28 വരെ നടക്കും. 2-ാം പ്രാക്ടിക്കൽ ജനുവരി 22 മുതൽ നടക്കും. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ കുണ്ടായി ഹെൽത്ത് സബ് സെന്ററിന്റെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യ അതിഥിയായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ EK സദാശിവൻ, റോസിലി തോമസ്, ബിന്ദു ബഷീർ, അഷ്റഫ് ചാലിയത്തൊടി, പഞ്ചായത്ത് അംഗങ്ങളായ ബേനസീർ മൊയ്തീൻ, ജോജോ പിണ്ട്യാൻ, രജനി ഷിനോയ്, സുഹറ മജീദ്, ഷീല ശിവരാമൻ, വിജിത ശിവദാസൻ, VA റഷീദ്, അജിത സുധാകരൻ, ഷൈജു പട്ടികാട്ടുകാരൻ, ജോൺ തുലാപ്പറമ്പിൽ, ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത്, വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ P ഗിരീഷ് എന്നിവർ പ്രസംഗിച്ചു. അംഗൻവാടിക്കും സബ് സെന്ററിനുമായി സ്ഥലം വിട്ടു നൽകിയ വണ്ടിക്കൽ BVയെ യോഗത്തിൽ ആദരിച്ചു.
ഹെൽത്ത് ഗ്രാന്റിൽ നിന്നും 55 ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു നിർമ്മാണം. ബെൻസീർ പറഞ്ഞ പോലെ ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു സബ് സെന്ററിന് വേണ്ടി സ്ഥലം കിട്ടിയത് തന്നെ. ഇവിടുത്തെ നാട്ടുകാരുടെ നല്ല സഹകരണം തന്നെയാണ് ഇതിന്റെ പിന്നിൽ. തിരുവനന്തപുരത്ത് വലിയൊരു ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അവാർഡുകളും ഒക്കെ നമ്മുടെ സ്ഥാപനമൊക്കെ പല സ്ഥാപനത്തിൽ കിട്ടുന്നു. മറ്റൊരു കാര്യം നടക്കുന്നത് നിർമ്മയ ഹബ് ആൻഡ് സ്പോക്ക് ലാബ് നെറ്റ്വർക്കിന്റെ ഉദ്ഘാടനം സംസ്ഥാന തലത്തിൽ നടക്കുകയാണ്. ചേർപ്പ് ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു പ്രകാശന കർമ്മം നിർവഹിച്ചു. കലോത്സവം ജനറൽ കൺവീനർ ഫാദർ ജോഷി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പബ്ലിസിറ്റി കൺവീനർ ജെനിൽ ജോൺ, പ്രധാന അധ്യാപിക CD ഷീബ എന്നിവർ സംസാരിച്ചു. നവംബർ 4, 5, 6, 7 തീയതികളിൽ തലൂർ ദീപ്തി ഹൈസ്കൂളിൽ വച്ചാണ് ചേർപ്പ് സബ് ജില്ലാ കലോത്സവം നടക്കുന്നത്. മുപ്പുളിയം ഉപ്പുഴി ലിഫ്റ്റ് ഇറിഗേഷൻ 1ാം ഘട്ടം പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനവും 2ാം ഘട്ടം ആരംഭത്തിന്റെ പ്രഖ്യാപനവും മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷനായി. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, വൈസ് പ്രസിഡന്റ് TG അശോകൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ ബിന്ദു ബഷീർ, റോസിലി തോമസ്, മൈനർ ഇറിഗേഷൻ കൊടകര ഡിവിഷൻ AE PP ജയശ്രീ, ബേബി മാത്യു എന്നിവർ പ്രസംഗിച്ചു. ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കായികമേളയിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ 600-400 മീറ്റർ ഓട്ടത്തിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വശ്യവചസ്സിനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചടങ്ങിൽ അനുമോദിച്ചു. പ്രിൻസിപ്പൽ K സതീഷ്, പ്രധാന അധ്യാപിക K കൃപാകൃഷ്ണൻ, PTA പ്രസിഡന്റ് PS പ്രശാന്ത്, MPTA പ്രസിഡന്റ് ജിഷ ഹരിദാസ്, സീനിയർ അധ്യാപിക KG ഗീത എന്നിവർ സംസാരിച്ചു. നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി V ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച KK രാമചന്ദ്രൻ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. വിശിഷ്ടാതിഥികളായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് എന്നിവർ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ, PTA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ, SMC ചെയർമാൻ CK സുദേവൻ, കിഷോർ N കരുൺ, സമീന തോമസ്, VHC പ്രിൻസിപ്പാൾ R രാജലക്ഷ്മി, സിബി ശിവജി എന്നിവർ സന്നിഹിതരായി. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്ര കെട്ടിടത്തിന്റെയും ലാബിന്റെയും ഉദ്ഘാടനം സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസി വിൽസൺ, പഞ്ചായത്ത് അംഗങ്ങളായ പ്രിൻസി ഡേവിസ്, ജിജോ ജോൺ, സനൽ മഞ്ഞളി, പ്രിൻസൺ തയ്യാലക്കൽ, KA ശൈലജ, PS പ്രീജു, KA ജീഷ്മ, അശ്വതി പ്രവീൺ, PK ശേഖരൻ, VK വിനീഷ്, സജന ഷിബു, PS ദിനിൽ, പഞ്ചായത്ത് സെക്രട്ടറി PB സുഭാഷ്, ആർദ്രം ആരോഗ്യ കേരളം പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത് ദാസ്, മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ S ഉമേഷ്, ഡോക്ടർ സിന്ധു കൃഷ്ണൻ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ അലക്സ് ചുക്കിരി, PV ഗോപിനാഥൻ എന്നിവർ പ്രസംഗിച്ചു. ഇവിടെ തയ്യാറാക്കിയിട്ടുള്ള ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. നാളെ കുറിച്ചും അധ്യക്ഷൻ എന്ന നിലയിൽ അതിൻ്റെ ചുമതല നിർവഹിച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങളെല്ലാവരും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു ഉദ്ഘാടന പരിപാടി. ഇപ്പോൾ അതിനേക്കാളെല്ലാം മികച്ചതായിക്കൊണ്ട് തന്നെ നമ്മുടെ NHMന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 1.43 കോടി രൂപ ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ പുതിയ ബിൽഡിംഗ് നിർമ്മിച്ചത്. അപ്പോൾ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതും മറ്റുള്ള പേഷ്യൻസ് കിട്ടുന്ന ആനുകൂല്യങ്ങളും ഗുണങ്ങളും വർദ്ധിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനത്തിന് എല്ലാവിധ നന്മകളും വിജയങ്ങളും ആശംസിക്കുന്നു. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വലിയ പ്രവർത്തനങ്ങൾ, ചെറിയതും വലിയതുമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇന്നും ഈ കേരളം ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ മാത്യു ഡോക്ടർ ഇംപ്ലിമെന്റിംഗ് ഓഫീസറായിട്ട് ജനയാസൂത്രണ പദ്ധതിയുടെ ആരംഭത്തിന് കിട്ടണം. ഏതാണ്ട് 10-25 വർഷങ്ങൾക്ക് ശേഷം കുടുംബാരോഗ്യ കേന്ദ്രമായ വളരെ ആധുനിക സൗകര്യത്തോടെ ആശുപത്രിയായി മാറുന്നത് അളഗപ്പന ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആ വികസന നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ബിസിനസ് ന്യൂസ്.
പുതുക്കാടിന് പുതിയ സൗന്ദര്യ സങ്കല്പങ്ങളുമായി ബെയ്ജ് ബ്യൂട്ടി സലൂൺ പ്രവർത്തനം ആരംഭിച്ചു. ദേശീയപാതയോരത്ത് പഴയ പോലീസ് സ്റ്റേഷന് സമീപം KR കോംപ്ലക്സിൽ ആരംഭിച്ച ബ്യൂട്ടി സലൂൺ KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഐശ്വര്യ സലേജിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ജെൻസിനും ലേഡീസിനുമായി വേറിട്ട സ്റ്റൈലിൽ ഹെയർ കട്ട്, സ്കിൻ കെയർ, മേക്കപ്പ്, ബ്രൈഡൽ പാക്കേജ്, ലേസർ ട്രീറ്റ്മെന്റ്, നെയിൽ ആർട്ടുകൾ എന്നിവയെല്ലാം ഒരു കുടക്കീഴിൽ. സർട്ടിഫൈഡ് ബ്യൂട്ടി എക്സ്പേർട്ടുകളും മികച്ച നിലവാരത്തിലുള്ള സൗകര്യങ്ങളും കൊണ്ട് ഒരുക്കിയിരിക്കുന്ന ബെയ്ജ് ബ്യൂട്ടി സലൂൺ നിങ്ങളുടെ സൗന്ദര്യ പരിചരണത്തിന് പുതിയ ഒരു അനുഭവം സമ്മാനിക്കുന്നു. ബെയ്ജ് ബ്യൂട്ടി സലൂൺ KR കോംപ്ലക്സ്, പഴയ പോലീസ് സ്റ്റേഷന് സമീപം, പുതുക്കാട്. ഫോൺ നമ്പർ 9747737788. മലേഷ്യയിൽ വെച്ച് നടന്ന 15ാമത് ഏഷ്യൻ ബീച്ച് തഗ് ഓഫ് വാർ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടി പറപ്പൂക്കര സ്വദേശിനി PA മീനാക്ഷി. തഗ് ഓഫ് വാർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ നടന്ന 23 വയസ്സിന് താഴെയുള്ള വനിതകളുടെ 500 kg, 520 kg എന്നീ വിഭാഗങ്ങളിലാണ് മീനാക്ഷി സ്വർണ്ണ മെഡൽ നേടിയത്. നെടുമ്പാൾ പുത്തൻപുര വീട്ടിൽ അനിലിൻ്റെയും നീതുവിൻ്റെയും മകളാണ് മീനാക്ഷി. പറപ്പൂക്കര PVS ഹൈസ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ്. എൻ്റെ നാട് എൻ്റെ വോട്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ ഭരണ പ്രതിപക്ഷ നേതാക്കൾ വിലയിരുത്തുന്നു. ഇന്ന് മുരിയാട് പഞ്ചായത്തിൽ ഭരണപക്ഷത്തു നിന്നും LDFന് വേണ്ടി പ്രസിഡന്റ് ജോസ് ചെറ്റിലപ്പള്ളിയും UDF പ്രതിനിധി ശ്രീജിത്ത് പട്ടത്തും NCTVയോടൊപ്പം ചേരുന്നു. മുരിയാട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വിസ്മയകരമായ വികസനത്തിൻ്റെ 5 ആണ്ടുകളാണ് പിന്നിട്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഭരണസമിതിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് തന്നെ ജനങ്ങളുമായിട്ടുള്ള സംവാദത്തിലൂടെ, ആശയവിനിമയത്തിലൂടെ ജനങ്ങളിൽ നിന്നും നൂതന ആശയങ്ങൾ സമാഹരിക്കുകയും അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് നടപ്പിലാക്കാൻ കഴിയാവുന്ന കാര്യങ്ങളെ നടപ്പിലാക്കുക എന്ന അജണ്ടയായിരുന്നു ഇക്കാലയളവിൽ ഞങ്ങൾ പിന്തുടർന്നത്. അതിൻ്റെ ഭാഗമായാണ് ഒരുപാട് നൂതന ആശയങ്ങൾ, പദ്ധതികൾ നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത്. ആ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആഘാതത്തെ ലഘൂകരിക്കാനും അതിനെ മുറിച്ചു കടക്കാനുമുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കിയ തൃശ്ശൂർ ജില്ലയിലെ ഏക പഞ്ചായത്ത് മുരിയാട് ഗ്രാമപഞ്ചായത്താണ്. ഗ്രാമീണ മേഖലയിൽ പൊതുഗതാഗതം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഗ്രാമവണ്ടി എന്ന ആശയം തൃശ്ശൂർ ജില്ലയിൽ 2ാമതായി നടപ്പിലാക്കിയ പഞ്ചായത്ത് മുരിയാട് ഗ്രാമപഞ്ചായത്താണ്. ഏറ്റവും ആദ്യം സംസ്ഥാനത്ത് തന്നെ നടപ്പിലാക്കിയ ഡെസ്റ്റിനേഷൻ ടൂറിസം പദ്ധതികളിൽ ഏറ്റവും ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചത് മുരിയാട് പഞ്ചായത്തിന്റെ പുല്ലൂർ പൊതുമ്പുചിറ ചിറയോരം ടൂറിസം പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ആദ്യമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന 100 ദിന കർമ്മ പരിപാടിയുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ ഒരു പഞ്ചായത്ത് 100 ദിന കർമ്മ പരിപാടി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതും അത് മുരിയാട് പഞ്ചായത്തിൽ മാത്രമായിരുന്നു. എല്ലാ മേഖലകളെയും
ബന്ധിപ്പിക്കുന്ന സമഗ്ര വികസനത്തിന്റെ ഒരു ചിത്രമാണ് ഏത് വീക്ഷണകോണിൽ നിന്ന് നോക്കിയാലും മുരിയാട് പഞ്ചായത്തിനെ സംബന്ധിച്ച് കാണാൻ വേണ്ടി കഴിയുന്നത്. മുരിയാട് പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുരിയാട് പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം മോടി പിടിപ്പിക്കലും മേനി നരിക്കലുമാണ് കൂടുതലായിട്ട് നടന്നിട്ടുള്ളത്. ഉദ്ഘാടനങ്ങൾ നടത്തിയ ഒരു പദ്ധതി പോലും പൂർത്തീകരിക്കുവാനോ അത് വേണ്ട രീതിയിൽ അത് പദ്ധതി കണ്ടിന്യൂ ചെയ്ത് നിലനിർത്തി പോകാനും സാധിച്ചിട്ടില്ല. അനവധി ഉദ്ഘാടനങ്ങൾ ചെറുകിട കർഷകർക്ക് ഉപകാരപ്രദമായ ഇഞ്ചി മഞ്ഞൾ കൃഷി പോലും നടത്തിയെടുത്ത് നിന്ന് ഒരു അടി പോലും മുന്നോട്ട് പോകാനോ അത് ജനങ്ങൾക്കോ കർഷകർക്കോ ഉപകാരപ്രദമായിട്ടില്ല. ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ മുടിച്ചിറ പൊളിഞ്ഞു കിടക്കാൻ ഇടിഞ്ഞു കിടന്നിട്ട് ഇതുവരെയ്ക്കും നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ ജനങ്ങൾ സഞ്ചരിക്കുന്ന മുരിയാട് തുറവങ്കാട് നിന്ന് പോകുന്ന കടവ് പ്രദേശത്തേക്കുള്ള വഴിവിളക്ക് പോലും ഇതുവരെയ്ക്കും ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ബൾബുകൾ കത്തിക്കാൻ സാധിക്കാത്ത ഒരു ഭരണസമിതിയാണ്. അതുപോലെ തന്നെ എല്ലാ റോഡുകളും സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലാണ്. ഇതിനെതിരെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലും കഷ്ടതയിലും പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ വിജയിച്ചിട്ടുള്ള ഏത് പദ്ധതികളും എന്തൊക്കെയുണ്ടെങ്കിലും അതിനൊപ്പം പ്രതിപക്ഷ എന്നുള്ള നിലയിൽ നിൽക്കാതെ തന്നെ ഭരണപക്ഷം എന്ന നിലയിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാത്തിനും നല്ല പിന്തുണയും അതുപോലെ നല്ല രീതിയിലുള്ള സഹകരണമൊക്കെ ചെയ്തിട്ട് പോലും അതിന്റെ ലീഡർഷിപ്പിലുള്ളവർക്ക് വേണ്ടത്ര വിജയത്തിലെത്തിക്കാൻ സാധിച്ചിട്ടില്ല. അതിന്റെ മുന്നിൽ നിന്ന് നയിക്കുന്നവർ അത് ഒരു ഉദ്ഘാടന അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് പരിപാടി മാത്രമായി നിലനിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പാലിയേറ്റീവ് രോഗികളുടെ മാനസിക ഉല്ലാസത്തിനായി ഉല്ലാസയാത്ര ഒരുക്കി പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിൻ്റെ ജീവനം പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഉല്ലാസയാത്രയുടെ ഫ്ലാഗ് ഓഫ് പുതുക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ എൽ വിഷ്ണു നിർവഹിച്ചു. നന്ദിക്കരയിൽ നിന്നും ആരംഭിച്ച യാത്ര ആമ്പല്ലൂർ സിനിമാ തിയേറ്റർ, ഹൈലൈറ്റ് മാൾ, പീച്ചി ഡാം എന്നിവിടങ്ങളിൽ സന്ദർശിച്ചു. 50 രോഗികളും മെഡിക്കൽ സംഘവും യാത്രയിൽ പങ്കെടുത്തു. കോട്ടകര റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം റോട്ടറി ക്ലബ്ബ് GGR പോൾ പാറയിൽ നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ മഞ്ജുള ജയമോഹൻ മുഖ്യ അതിഥിയായിരുന്നു. ക്ലബ്ബ് പ്രസിഡന്റ് VV ബോബിഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്ലബ്ബ് സെക്രട്ടറി നൈജോ ആൻഡോ വാസുപുരത്തുകാരൻ, സ്റ്റാഫ് സെക്രട്ടറി പ്രവീൺ M. കുമാർ, റോട്ടറി ക്ലബ്ബ് അംഗങ്ങളായ TP വിനയൻ, ഹാരിസ് ലോറ, ജോമോൻ പറവളപ്പിൽ, റോട്ടറി NS, രേഷ്മ ബോബിഷ്, ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് സിജോ ഇലഞ്ഞിക്കാടൻ എന്നിവർ സന്നിഹിതരായി. വെള്ളിക്കുളങ്ങര വിമല ഹയർ സെക്കൻഡറി സ്കൂളിൽ പീറ്റർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ജർമ്മൻ ഭാഷാ പഠനത്തിന് തുടക്കമായി. ഫൗണ്ടേഷൻ കോർഡിനേറ്റർമാരായ ജിൽഷ, അനഘരാജ് എന്നിവരാണ് ക്ലാസുകൾ നയിക്കുന്നത്. കുട്ടികൾക്കായി കൗമാര കൗൺസിലിംഗ് ക്ലാസുകൾക്കും സ്കൂളിൽ തുടക്കമായി. കൊടുങ്ങല്ലൂരിൽ കാർ തോട്ടിലേക്ക് വീണു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. തെക്കേനടയിൽ GST ഓഫീസ് പ്രവർത്തിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന അഴീക്കോട് സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാർ സ്റ്റാർട്ട് ചെയ്യും മുൻപേ ഹാൻഡ് ബ്രേക്ക് വിട്ടതാണ് അപകടത്തിന് കാരണമെന്നാണ് സൂചന. കാർ ഓടിച്ചിരുന്നയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിൽ താൽക്കാലിക ഡയാലിസിസ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് അഭിമുഖം നടത്തുന്നു. ഡിപ്ലോമ, ഡിഗ്രി ഇൻ ഡയാലിസിസ് ടെക്നീഷ്യൻ കോഴ്സ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. 40 വയസ്സിന് താഴെയാണ് പ്രായപരിധി. ഒക്ടോബർ 30 രാവിലെ 11:30 പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് സമീപമുള്ള കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് ഇൻ്റർവ്യൂ. ഉദ്യോഗാർത്ഥികൾ ആധാർ കാർഡ്, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, പ്രവൃത്തി പരിചയം എന്നിവയുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0487 2751 232 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,220 രൂപ, പവന് 89,760 രൂപ. COA പുതുക്കാട് മേഖല അംഗവും കേരള വിഷൻ പാലിശ്ശേരി ഓപ്പറേറ്ററുമായ രതീഷ് കുമാറിൻ്റെ പിതാവ് കളത്തൂർ ചന്ദ്രശേഖരൻ നായർ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി.
കൊടകര കാവിൽ എരേക്കത്ത് ബാലകൃഷ്ണമേനോൻ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പൂനിലാർക്കാവ് ദേവസ്വം സ്ഥാപക പ്രസിഡന്റ്, കാവിൽ NSS കരയോഗം മുൻ പ്രസിഡന്റ്, ടൗൺ NSS കരയോഗം സ്ഥാപക പ്രസിഡന്റ്, കൊടകര ഹാൻഡ്മെയ്ഡ് പേപ്പർ സൊസൈറ്റി സ്ഥാപകൻ, പുത്തുക്കാവ് താലപ്പൊലി ഭരണസമിതി അംഗം, താലപ്പൊലി കൺവീനർ, കൊടകര വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗം, കൊടകര ലക്ഷ്മി ഓട്ടോ സ്പെയർസ് ഉടമ എന്നിങ്ങനെ നിരവധി ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. കരുവത്ത് തങ്കമണിയാണ് ഭാര്യ. രാജീവ്, ദേവി എന്നിവർ മക്കളും, ദീപ, രാജഗോപാൽ എന്നിവർ മരുമക്കളുമാണ്. കലൂർ മഞ്ഞളി പരേതനായ തോമക്കുട്ടിയുടെ ഭാര്യ അന്നം അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുക്കാട് കോൺഗ്രസ് നേതാവിനെതിരെ വനിതാ പ്രവർത്തകയുടെ ലൈംഗികാതിക്രമ പരാതി. പരാതി ഉയർന്നതോടെ നേതാവ് ഒളിവിൽ. വാരിക്കോരി മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ. സ്ത്രീകൾക്കും യുവാക്കൾക്കും മാസം 1000, ക്ഷേമ പെൻഷൻ 2000 സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. SSLC പരീക്ഷ മാർച്ച് 5 മുതൽ. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ കുണ്ടായി ഹെൽത്ത് സബ് സെന്ററിന്റെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം നടത്തി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.